ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഒനിയൻ ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളിയാണ്. അപ്പോൾ ഇത് നല്ല കറുപ്പ് നിറമുള്ള പുളിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തത് നന്നായി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് കുതിർന്നു വരുന്നതിന് വേണ്ടി നമുക്ക് കൈ കൊണ്ടൊന്ന് ഞരടി കൊടുക്കാം. ഇതിപ്പോൾ കറുത്ത പുളി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചട്നിക്ക് കളർ കുറച്ച് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയ പുളി ഉണ്ടെങ്കിൽ അത് എടുക്കുക, അപ്പോൾ നല്ല കളർ കിട്ടും ചട്നിക്ക്. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് മല്ലിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മല്ലി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ചട്നിക്ക്. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. അപ്പം ഞാൻ 12 വറ്റൽമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുണ്ടാവും. ഇനിയിപ്പോൾ എത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 8 മുതൽ 10 വരെയുള്ള വറ്റൽമുളകൊക്കെ എടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ വറ്റൽമുളകൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഒരുപാട് ബ്ലാക്ക് ആവുന്നത് വരെ ഒന്നും റോസ്റ്റ് ചെയ്യേണ്ട, അങ്ങനെ ആകുമ്പോൾ ചട്നി കറുത്ത കളറായി പോവും. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഇനി വേണ്ടത് സവാളയാണ്. ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഇനി പാനിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവാള സോഫ്റ്റായി വന്നോളും. അപ്പോൾ സവാള ഇപ്പോൾ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ പുളിവെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഈ പാൻ തുറന്ന് വെച്ച് തന്നെ വറ്റിച്ചെടുത്താൽ മതി. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയും പുളിവെള്ളം കൂടി ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമ്മുടെ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പുളിവെള്ളം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകൊക്കെ ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പം ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിതിപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ സവാളയും തന്നെ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് തന്നെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ ചെറിയ ജാറിലേക്ക് തന്നെ അത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ എണ്ണയിൽ വഴറ്റിയത് കാരണം തന്നെ ഇതിൽ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. നന്നായി അരച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. നല്ല തരിതരിയായിട്ട് അരച്ചെടുക്കുക. അപ്പം ഇനി നമ്മുടെ ചട്നി ഒന്ന് താളിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉഴുന്നാണ്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ചട്നിക്ക്. കാരണം ഞാൻ ചേർത്തുന്ന പുളി കറുത്ത പുളിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് കളർ കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത്. നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. അപ്പോൾ ഞാനൊരു പിഞ്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ചട്നിക്ക്.
ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ചട്നിക്ക്. അപ്പോൾ ഇത് ദോശയുടെ, അപ്പത്തിൻ്റെ, ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാണ് ഈ ചട്നിയുടെ ഒരു കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റിയായ വാളൻപുളി സവാള ഉപയോഗിച്ചിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ സവാളയുടെ കൂടെ തക്കാളി ചേർത്താണ് ചട്നി ഉണ്ടാക്കുക, പക്ഷേ ഈ വാളൻപുളി ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നേഹ ഫുഡ് സ്റ്റോറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്